everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിലുള്ള രസത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓണം സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാം. മുകളിൽ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ എടുത്തേക്കുന്നത് 10 അല്ലി വെളുത്തുള്ളി, 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. ഇത് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കണത്, അല്പം പുളിയും വേണം. ചട്ടി ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കടുകെല്ലാം നല്ലോണം പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളകും 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് കിടന്ന് നല്ലോണം ഒന്നെല്ലാം മൊരിഞ്ഞ് കിട്ടണം. അതൊന്നായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കണ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ചേക്കണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കണ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേക്കും ശരിയായിക്കോളും. ഇനി തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് ഉടയട്ടെ. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നല്ലോണം ഉടഞ്ഞ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കണ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. ഇതൊന്ന് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, താല്പര്യമില്ലാത്തവർ അത് വേണ്ടാന്ന് വെക്കാം കേട്ടോ. ഇനി അതെല്ലാം ഒന്നിരുന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ.
നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോഴാണ് ആ മണവും രസത്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ പലയിടത്തും പല രീതിയിലാണ് രസം ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യാറെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.